സൈഫുദ്ദീൻ, മധ്യകേരളത്തിൽ ഇന്നത്തോടുകൂടി ഏകദേശം ഒരു സ്ഥാനാർത്ഥി നിർണയമൊക്കെ തന്നെ പൂർത്തിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്ത നൽകിയതാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ, അതായത് പ്രത്യേകിച്ച് കീഴ്മാട് ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അതായത് എ.പി. മുഖ്താറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വരികയും ബ്ലോക്ക് സീറ്റ്, അതായത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 23 സ്ഥാനാർത്ഥികൾ അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാതെ ജില്ലാ ഡി സി സി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒരു അന്യ ചർച്ച ഉടനുണ്ടാകും. ഇതിലൊരു പരിഹാരം കണ്ടെത്തി പ്രശ്നങ്ങളില്ലാതെ തന്നെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികകളൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉടൻ എത്തിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ജില്ലാ നേതൃത്വം ഇടപെട്ട് ഇത് പരിഹരിച്ച്, ഈ തർക്കം പരിഹരിച്ച് പെട്ടെന്ന് തന്നെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണമെന്ന നിർദ്ദേശം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാവുകയും ലീഗിന് നൽകേണ്ട സീറ്റ് ലീഗിന് നൽകി. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, തൃക്കാക്കര നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഭരണപരമായും മറ്റെല്ലാ രീതിയിലും തന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെ സാധാരണ ഉണ്ടാകും. പതിവിന് വിപരീതമായി ഇത്തവണ വളരെ ഐക്യത്തോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ തന്നെ പൂർത്തിയാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റ് മുന്നണികൾ എടുത്തു നോക്കുകയാണെങ്കിൽ LDFിൻ്റെയും എല്ലാം ഈ തരത്തിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ NDAയിലാണ് ചെറിയ രീതിയിൽ, അതായത് BDJസിന് കൃത്യമായൊരിടം നൽകിയില്ല എന്ന് ആരോപിച്ചിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ കോർപ്പറേഷനിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും അതും വൈകിയാണെങ്കിലും പരിഹരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് NDA നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും. ജില്ലാ പഞ്ചായത്തിലാവട്ടെ, കോർപ്പറേഷനിലാകട്ടെ, മറ്റ് നഗരസഭകളിലാകട്ടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. പുതുമുഖങ്ങളെയും അതുപോലെ തന്നെ യുവാക്കൾക്കും ഒക്കെ തന്നെ ഇടം നൽകിക്കൊണ്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു പട്ടിക തന്നെയാണ് മൂന്ന് മുന്നണികളും പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ LDFിൻ്റെ പ്രകടന പത്രിക വന്നതോടുകൂടി ഈ വികസനങ്ങൾ, നേരത്തെയുള്ള വികസനങ്ങൾ എണ്ണി പറഞ്ഞും കൂടുതൽ വികസനങ്ങൾ ഉയർത്തിക്കാട്ടിയും ഒക്കെ തന്നെയാണ് പ്രചാരണ രംഗത്ത് ശക്തമാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയിലും കോട്ടയത്തും ആലപ്പുഴയിലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ഈ ഒരു കാര്യത്തിലൊരു തീരുമാനം കൂടി വരുന്നതോടുകൂടി അവിടെയും UDFിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോട്ടയത്ത് LDFിൻ്റെ നഗരസഭാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ NDAയും BDJസുമായുള്ള ചെറിയൊരു അഭിപ്രായ തർക്കം, അതായത് അവർ ആവശ്യപ്പെടുന്ന സീറ്റ് NDAയിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു പ്രശ്നം അത് എല്ലായിടത്തുമുണ്ട്. അത്തരത്തിൽ മധ്യകേരളത്തിൽ ആലപ്പുഴയിലാവട്ടെ, തൃശ്ശൂരാവട്ടെ, കോട്ടയത്താവട്ടെ, ഇടുക്കിയിലാവട്ടെ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് NDAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ വളരെ ആവേശത്തോടുകൂടി പ്രചാരണ രംഗത്ത് സജീവമാവുന്ന കാഴ്ചകളുമുണ്ട്. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഈ കുടുംബങ്ങളിൽ നിന്ന്, അതായത് ഒരാൾ LDFിലാണെങ്കിൽ അടുത്ത ആൾ UDFിൽ എന്ന അർത്ഥത്തിൽ വളരെ രസകരമായ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ കാണാൻ സാധിക്കും. അത്തരം വാർത്തകളും നമുക്ക് ഉടൻ തന്നെ നൽകാൻ സാധിക്കും. സൈഫുദ്ദീൻ.